ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുളിശ്ശേരിയാണ്. പുളിശ്ശേരി പല വിധത്തിൽ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് അമ്പഴങ്ങ കൊണ്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. ഉപ്പിലിട്ട അമ്പഴങ്ങ. ഇവിടെ ടെക്സാസിൽ അമ്പഴങ്ങ ഉണ്ടാവില്ല, അമ്പഴങ്ങ കിട്ടാനില്ല. അപ്പം ഫ്ലോറിഡയിൽ നിന്ന് എൻ്റെ അളിയൻ വന്നപ്പം കൊണ്ടുവന്നതാണ്. അത് ഉപ്പിലിട്ട് വെച്ചു. ഇനിമേ നമുക്ക് ഈ അമ്പഴങ്ങ കൊണ്ട് ഒരു അടിപൊളി പുളിശ്ശേരി അങ്ങ് വെച്ചാലോ. എൻ്റെ പുളിശ്ശേരി കഴിച്ചിട്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അത് അമ്പഴങ്ങയാണ്, എണ്ണയാണ്, കടുകാണ്, ഉലുവ വേണം, വത്തലമുളക്, പച്ചമുളക് വേണം, ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി, മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, തേങ്ങ അരച്ചത് വേണം. ഇത് ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. നമ്മളെ ഹോൾ മിൽക്കിൻ്റെ യോഗട്ടാണ്, കട്ടത്തൈരാണ്. ഇത് നമ്മൾ ജസ്റ്റ് മിക്സിയിൽ നിന്ന് അടിച്ച് അങ്ങ് എടുക്കും. കറിവേപ്പില നമുക്ക് കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം തുടങ്ങാം. വാ, എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് കൊടുക്കാം. പൊട്ടി വന്ന് കഴിയുമ്പോൾ കടുക് ഇച്ചിരി താമസം എടുക്കും. നമുക്ക് അതിനുള്ളിൽ നമുക്ക് ഈ സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ചതച്ചിങ്ങെടുത്താൽ മതി. ഉണ്ടോ, ഇത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇച്ചിരി ഉലുവ കൂടെ ചേർക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞു. നമുക്കിച്ചിരി ഈ വത്തലമുളകിൻ്റെ ഇതങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മിക്സ് ഓരോന്നായിട്ട് ചേർക്കണ്ട, പക്ഷേ ഞാനിതെല്ലാം ഒരുമിച്ചാണ് ചേർക്കാൻ പോകണേ. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരച്ച് അങ്ങോട്ട് ചേർക്കാം. ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻറ്റ് നമ്മളങ്ങ് മറന്നു, പെട്ടെന്ന് അത് മിസ്സായിപ്പോയി. അത് തക്കാളിയാണ്. തക്കാളി എടുത്തോട്ട് ഒരു തക്കാളി, വലിയൊരു തക്കാളിയാണ്. അത് സ്മാഷ് ചെയ്തെടുക്കാം, ചേർത്ത് കൊടുക്കുക. അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചതാണ്. തിളച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ച തൈര് നമ്മൾ ഇതിനോട് ചേർക്കുകയാണ്. ശ്രദ്ധിക്കണം, തൈര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ അത് പെരുത്തു പോകും. അപ്പോൾ അടുപ്പിൽ നിന്ന് നമ്മുടെ അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ തിളച്ചു പോകും. അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കണം. വെയിറ്റ് ചെയ്ത് അവന് ആവി പൊങ്ങുന്ന കാണുമ്പോൾ എടുത്ത് വാങ്ങി വെക്കണം. പിന്നെ ഇത് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഉടനെയല്ല, ഇത് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഇതിൻ്റെ അമ്പഴങ്ങയുടെ പുളിയും എല്ലാം ഇതിൽ പിടിച്ച് കഴിയുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇത് നാളത്തേക്കാവും ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. പഴകും തോറും ടേസ്റ്റ് കൂടും. ആവി പൊങ്ങുന്നുണ്ട്, നമുക്ക് എടുത്ത് വെക്കാം. ഉപയോഗിക്കാണ്ട് ഹായ്, അടിപൊളി. ഇനി കഴിച്ചാൽ മാത്രം മതി. ഓക്കെ.